കൂട്ടുകാരെ, ഇത് നമ്മുടെ മൂകാംബിക ട്രിപ്പിലെ 2ാമത്തെ ദിവസമാണ്, ഡേ 2 ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് മൂകാംബികയിൽ രാവിലെ മൂകാംബിക അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇപ്പൊ ഞങ്ങൾ മുരുടേശ്വറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇടയിൽ കുന്താപ്പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണെങ്കിൽ ഒരു ഹനുമാന്റെ ടെമ്പിളും ഉണ്ട്, വലിയ സ്റ്റാച്ചു ഒക്കെ ഉള്ള. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മൂകാംബികയിലോട്ട് വരുമ്പോൾ ആദ്യത്തെ മെയിൻ കവാടം. ഇവിടുന്ന് നമുക്ക് ആദ്യം ഒരു കാവുണ്ട്. കാവിൽ കയറിയിട്ട് നമുക്ക് ഇതിലെ തന്നെ തിരിച്ചങ്ങോട്ട് പോകാം. മൂകാംബികന്ന് നമ്മൾ വരുന്ന വഴിയിൽ ഉള്ളൊരു കാവാണേ, കാവ് അമ്പലമാണ് ഇത്. മൂകാംബിക വരുന്ന എല്ലാവരും സാധാരണ ഇവിടെ കയറാറുണ്ട്. കാലൊക്കെ പൊള്ളിട്ട് പോയി നമുക്ക് പെട്ടെന്ന് നടന്ന് അങ്ങോട്ട് പോകാം. ചക്കുപ്പുരം കാലൊക്കെ പൊള്ളുന്നുണ്ട്. ഈ സൈഡിൽ കെട്ടി വെച്ചേക്കുന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് നമുക്ക് തൊട്ടിൽ കിട്ടുന്നതാണ്. ചക്കുപ്പ് കിടന്ന് അമ്മാമക്കാട് നിലയാണ്. പെട്ടെന്ന് ഈ പ്രസാദം ഇവിടെ കൊടുത്തിട്ട് പൂവൊക്കെ നമുക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ നമുക്ക് പോവാം. ഓടിപ്പോവാണ്. ഒരു കാല് പൊള്ളുന്നുണ്ട്. ആശാനെ എടുക്കാൻ സമ്മതിക്കത്തില്ലാതെ നടക്കുകയും വേണം. ഈ മണ്ണിനകത്തൊക്കെ കാലൊക്കെ ഇട്ട് അളിച്ചളിച്ച് നടക്കുന്നതാണ്. പെട്ടെന്ന് അപ്പൊ നമ്മൾ കാവിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ ഇനി കുന്താപുരയ്ക്കാണ് പോകുന്നത്, ഹനുമാൻ ടെമ്പിളിലോട്ട്. നമ്മൾ ഈ കവാടം കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങി പോകണം. ഇതാണ് മൂകാംബികയിലോട്ടുള്ള മെയിൻ കവാടം, നമ്മുടെ നാട്ടിന് വരുമ്പോഴത്തേക്കുള്ള. അങ്ങനെ കവാടം കഴിഞ്ഞ് നമ്മൾ നേരെ കുന്താപുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്, ഒരു തരക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാറിനകത്ത് AC ഒക്കെ ഇട്ടിട്ടൊന്നും ഒരു പ്രയോജനമുണ്ട്, നല്ല ചൂടാണ്. അങ്ങനെ നമ്മൾ ഹനുമാൻ ടെമ്പിളിൽ വന്നിട്ടുണ്ട്. ഇത് ആചാനുബാഹുവായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹനുമാന്റെ ടെമ്പിൾ. ഹനുമാന്റെ കയ്യിലൊക്കെ ഫുള്ള് തേനീച്ചക്കൂടുണ്ട്, വലിയ തേനീച്ചക്കൂട്. നമ്മൾ വന്നപ്പോഴത്തെ കമ്പലം അടച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം. കിട്ടുക്കാച്ചി സീനറിയാണ് അങ്ങോട്ട് നോക്കാൻ. ഫുള്ള് ബീച്ച്, പിന്നെ റോഡിന്റെ സൈഡിൽ കൂടെ നീളത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. എന്തായാലും നമുക്ക് താഴോട്ട് ഒന്നിറങ്ങി നോക്കിയിട്ട് വരാം. ഈ സ്ഥലം പക്ഷെ എല്ലാം കിട്ടിലും വൈബ് സ്ഥലമാണ്. പക്ഷെ നട്ടുച്ച വെയിലായിട്ട് മാത്രമാണ് പ്രശ്നം. വെയിലത്ത് നിന്ന് നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്. എന്തായാലും നമ്മൾ ഇതിലെ ഇനി ഉടനെ തിരിച്ചു വരാത്തത് നമ്മളിനി പെട്ടെന്ന് എന്തായാലും ഒന്ന് ഇവിടെ നിന്ന് ചക്കുപ്പി ഒന്ന് ഇറക്കി വെള്ളത്തിലേക്ക് ഒന്ന് കളിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോകാം. സ്ഥലത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ പാകി വെച്ചേക്കുവാണ്. ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തില് സൂക്ഷിച്ച് നടന്നില്ല കാലം അതിനകത്ത് പോകും. നമുക്ക് ഇങ്ങനെ പെയ്യ അതിനകത്തോടെ നടന്ന് താഴെ ഇറങ്ങി ചക്കുപ്പി ഒന്ന് കടലിനകത്തൊന്ന് കാലൊക്കെ ഒന്ന് മുക്കി ഇതൊക്കെ അങ്ങ് പോവാം. ഭയങ്കര കരച്ചിലാണ് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി. ഇല്ല സാധനം എന്നാ സ്പീഡിലാ പോകുന്ന നോക്കിയാൽ അതായത് നമ്മൾ ഇവിടുത്തെ ബീച്ചിൽ നിന്ന് കയറി ഇനി നമ്മൾ നേരെ മുരുടേശ്വരിലോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നല്ല കിട്ടില്ലൻ സ്പോട്ടല്ലേ ഇവിടെ. ഉച്ചയായതുകൊണ്ടാണ് ഒത്തിരി നേരം നിൽക്കുന്നത്, ഭയങ്കര ചൂടാണ്. ഞാനൊരു പോയിട്ടില്ല ഗോവയില്, പിന്നെ നിന്നെ ഞാൻ ഗോവയിൽ കൊണ്ടുപോകും. ആദ്യം ഞാൻ ഗോവയിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടോ നോക്കിട്ട്. അയ്യടാ, നിന്നെ തന്നെ ഞങ്ങൾ വിടുന്നില്ല അല്ലേ ചക്കു? അയ്യോ, അവിടെ പോയി വന്ന വായി നോക്കാൻ വേണ്ടിട്ടാ ഗോവയിൽ പോയിട്ട്. വിത്ത് ഫാമിലി പോയാ മതി അല്ലേ ചക്കുവേ? പിന്നെ മുരളിയായിട്ട് പെട്ടെന്ന് അടിച്ചു വിട്ട് നമുക്ക് നേരെ മുരുടേശ്വരം ചെന്നിട്ട് കാണാം.
അങ്ങനെ ഞങ്ങൾ മുരുടേശ്വർ എത്തി. മുരുടേശ്വറിലോട്ടുള്ള കവാടം. അങ്ങനെ നമ്മുടെ മുരുടേശ്വര അമ്പലത്തിന്റെ അവിടുത്തെ ശിവന്റെ ഫസ്റ്റ് വ്യൂ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ നമ്മൾ അമ്പലത്തിനകത്ത് പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കാം. ഇനിയും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. 40 രൂപയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. കണ്ടു. ഇവിടെ കുറെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, മീൻ പിടിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അത് ബോട്ടൊക്കെ വരുന്നതാണ്. ഇതാണ് ശിവന്റെ അമ്പലം. അമ്പലത്തിലേക്ക് കയറാനുള്ള എൻട്രി ആണ് ഇത്. അതിന്റെ ഇവിടെ ഗോപുരമാണ്. ഇപ്പൊ അവിടെ എന്തോ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ശിവനെ കണ്ടിട്ട് ഇനി നമ്മൾ ഈ ബീച്ചിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ അതിൽ കയറുന്നില്ല. ചക്കുപ്പിക്ക് കുറച്ച് നേരം ഇവിടെ കടലിൽ കളിക്കണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് അവനെ ഫുള്ള് വെള്ളത്തിൽ ഇറക്കി വിടാൻ പോവാണ്. നമ്മളങ്ങനെ നടന്ന് മേളിലേക്ക് കയറി നമ്മൾ ശിവന്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നല്ല വലുപ്പമുള്ളൊരു ശിവന്റെ സ്റ്റാച്ചു ആണത്. അതിനകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, പക്ഷെ ഇപ്പം നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതിനകത്തേക്ക് കയറുന്നില്ല. നമ്മൾ പെട്ടെന്ന് അവിടെ കയറി ചക്കുപ്പി അതിൻ്റെ മണ്ടയ്ക്കൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മളിനി ബീച്ചിലോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി ഒരു ചെറിയ റൗണ്ട് അടിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകും. നല്ല തിരക്കുമാണ്, അതുപോലെ വെയിലായതുകൊണ്ട് തറയിലൊക്കെ ഫുള്ള് ഗ്രാനൈറ്റ് ഇട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ താഴോട്ട് ഇറങ്ങി പോവാണ്. നല്ല കിടിലം വ്യൂ ആണ് നമ്മുടെ ശിവന്റെ അടുത്ത് നിന്ന് താഴോട്ട് കടലിലേക്ക് നോക്കുമ്പോൾ. ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് പെയ്യെ താഴോട്ട് വരുന്നുണ്ട്. അതിന്റെ വ്യൂ ഒക്കെയാണിത്. പക്ഷെ ഒത്തിരി നേരം കൊണ്ട് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലാണ്. ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നും അറിയത്തില്ല. വണ്ടി പാർക്കിങ്ങിന്റെ അവിടെ നിർത്തി നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിട്ട് ചക്കിയെ കൊണ്ട് വെള്ളത്തിൽ കുറേ നേരം കളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് മൂകാംബികയ്ക്ക് തിരിച്ചു പോകും. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെയൊക്കെ. ഗൈസ്, അങ്ങനെ രാത്രിയായി. ലാസ്റ്റ് പോലീസുകാർ വന്ന് ഞങ്ങളെ ഓടിച്ചുവിട്ട് വെള്ളത്തിൽ കളിക്കുന്നതിന്. ഇനി അവിടെ ടൈമില്ല, ഇനി വെള്ളം അകത്തോട്ട് ഒത്തിരി കയറി വന്നുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.